എടുവാ എന്നാട് പോന്ന് ആ രാവിലെ മനുഷ്യരെല്ലാം പേടിപ്പിച്ച് കളഞ്ഞല്ല. രാവിലെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഒന്ന്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഒന്ന്. ഓ ഗ്യാസ് കയറിയിട്ട് എന്നാ വിഷമായിരുന്നു ഇവിടെ കിടന്ന്. മറന്നുപോയാ? ഓ ഗ്യാസ് കയറിയ വയറ്റി വേദനയാണേ, അതാണേ ഇതാണേന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന ഭയങ്കര ബഹളമല്ലായിരുന്നു അമ്മച്ചി? ആ പിന്നെ എന്താ അത് വീഡിയോ എടുക്കാൻ പറ്റിപ്പോയല്ലോ. അത് വീഡിയോ എടുത്ത് വെക്കണ്ടായിരുന്നു അല്ലേ? ഞാനന്നേരം പേടിച്ച് പോയിട്ടുണ്ട്, വീഡിയോ എടുത്തില്ല. ഞാൻ ആ പുറമൊക്കെ തിരുമ്പി തന്നതും മരുന്നൊക്കെ കൊണ്ടു തന്നത്, ഗ്യാസിൻ്റെ സിറപ്പൊക്കെ കൊണ്ടു തന്നത്. ആ ഗ്യാസിൻ്റെ സിറപ്പൊക്കെ തന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ച് നടത്തിച്ചൊക്കെ ഓർക്കൊന്ന് മറന്നുപോയാ? ഒന്ന് ഓർത്ത് നോക്കി. ഞാനും ജോമോളും കൂടെ ഇത് പിടിച്ച് നടത്തിയപ്പോൾ ഗ്യാസൊക്കെ തള്ളിപ്പോയത്, ഏമ്പൊക്കം വിട്ടു പോയതല്ലേ. ആ അത് കഴിഞ്ഞപ്പോൾ പിന്നെ റെഡിയായി, മിടുക്കിയായി. ആ ഗ്യാസ് കയറിയതല്ലേ, ചങ്കുമെല്ലാം പൊട്ടിപ്പോവാടേ, കൈക്കെല്ലാം വേദനയാണേ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ബഹളം ഉണ്ടാക്കിയത് മറന്നുപോയല്ലേ? ഞാനത് റെക്കോർഡ് ചെയ്ത് വെക്കണ്ടായിരുന്നു. ഡോക്ടറെ അടുത്തൊന്നും കൊണ്ടുപോയില്ല, ഗ്യാസ് നമുക്കറിയാമായിരുന്നല്ലോ. അതുകൊണ്ട് ഗ്യാസിൻ്റെ മരുന്ന് തന്നപ്പോൾ മാറി. ആ അല്ല എന്നാൽ രാവിലെ കയറ്റി വന്നു കഴിഞ്ഞപ്പം തുടങ്ങിയിട്ട് ഒത്തിരിയൊന്നും ആയില്ല. ഭേദാക്കാൻ ഗ്യാസ് ഉള്ളതല്ലേ. കൂടാനൊന്നുമില്ല, മരുന്ന് കഴിച്ചപ്പോൾ കുറഞ്ഞു. ഗ്യാസിൻ്റെ സിറപ്പ് വൈകുന്നേരം കൂടെ കഴിക്കുമ്പോൾ, വൈകിട്ടും കൂടെ കഴിക്കുമ്പോൾ ഓക്കെ. ആ മരുന്നല്ലേ, ഗ്യാസിൻ്റെ മരുന്ന് തന്നപ്പോൾ ഓക്കെ ആയില്ലേ? ഏറ്റവും നടക്കാൻ തുടങ്ങിയില്ലേ? ആ വീട്ടിൽ ഇരുന്ന മരുന്നല്ലേ, ഗ്യാസിൻ്റെ മരുന്ന് മേടിച്ചോണ്ട് വന്നു. തീർന്നു പോയായിരുന്നു ഗ്യാസിൻ്റെ മരുന്ന്. ആ അത് പോയി മേടിച്ചോണ്ട് വന്നു. ആ കഴിച്ചോണ്ടിരിക്കണം. ഗ്യാസാണ് പറ്റിച്ചത്. രാവിലെ പേടിപ്പിച്ച് കളഞ്ഞു എല്ലാവരെയും. ഒന്നും ചെയ്യാതെ രോഗം ഭേദമാകുകയില്ല. ഗ്യാസ് ശകലം ഉള്ളതല്ല, എനിക്ക് തോന്നായിരുന്നില്ല 2 ദിവസമായിട്ട്. അതിന് മരുന്നുണ്ട്, അത് കുറച്ച് ചിലപ്പോൾ കുറച്ച് ഏറെ കഴിക്കേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് കഴിക്കേണ്ടി വരും. അത് പറ്റി നോക്കണം, ശാരീരികമായി നാട്ടിൽ നോക്കണം. നമുക്ക് നോക്കിയെങ്കിലും ഇതൊക്കെ ആരും കിട്ടുള്ളൂ. എന്നാലും 2 മാസം കൊണ്ടൊക്കെ തീർത്ത് കുറയുള്ളൂ. 2 മാസമൊന്നും വേണ്ട, ഇത് ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചപ്പോഴേ കുറഞ്ഞു. ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചപ്പോഴേ കുറഞ്ഞു. എമ്പൊക്കെ ഉണ്ട് അല്ലേ? ഇച്ചിരൂടെയൊക്കെ നടക്കണം. രാവിലെ കഴിച്ചാൽ പെട്ടെന്ന് കുറയും. അതും ഇതൊക്കെ തിന്നച്ചിട്ട് അതും ഇതൊക്കെ കുടിച്ച് തിന്നച്ചിട്ട് മരുന്ന് പിടിക്കുകയില്ല. മരുന്ന് പിടിക്കുകയില്ല. പിന്നെ അത് ഒത്തിരി ദിവസം കൊണ്ട് കിട്ടും. ചില ഡോക്ടർമാരൊക്കെ ചെല്ലുമ്പോൾ അവർ പറയാലോ ഓരോ മരുന്ന് തന്നേക്കും, ആ മരുന്ന് കൃത്യമായിട്ട് അടിച്ചു കഴിക്കണം, അല്ല ഭേദാകത്തില്ലെന്ന്. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ ഇട്ടേച്ച് തോന്നുമ്പോൾ എപ്പോഴെങ്കിലും കഴിച്ചാൽ പോരാ, കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. ഇതൊക്കെ പിന്നെ രോഗം കൂടിക്കൂടി വരും. ചുമയുടെ മരുന്നും കൂടെ തരാം. ഗ്യാസിൻ്റെ ചുമയുണ്ട്, അങ്ങ് മാറിയിട്ടില്ല. അതൊന്നും സാരമില്ല. പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കുറേശ്ശെ ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊക്കെ ശരിയാ. കൂടുതലാകാതെ ഇന്നാ വരാം, കൂടുതലാകാൻ ഇച്ചിരി മരുന്ന് കഴിച്ച് കുറച്ച് കുറയ്ക്കണമെന്ന് തോന്നും. നമുക്ക് എവിടെയാ പോകണ്ടേ? സെൻറ്റ് സേവിയേഴ്സിലാണോ പോകണ്ടേ? സെൻറ്റ് സേവിയേഴ്സിലാണോ പോകണ്ടേ മരുന്ന് മേടിക്കാൻ? ഇംഗ്ലീഷ് മീഡിയത്തിലോ? സെൻറ്റ് സേവിയേഴ്സിലേ ആണോ മരുന്നൊക്കെ മേടിക്കാൻ പോകേണ്ടതെന്ന്? എവിടെയാ? സെൻറ്റ് സേവിയേഴ്സിൽ നമ്മുടെ സ്ഥിരം പൊക്കോണ്ടിരുന്നേ. അതെവിടെയാ? കുറുപ്പന്തറ. ആ നമ്മൾ പണ്ട് അവിടെയല്ലേ പൊക്കോണ്ടിരുന്നേ. അല്ലെന്നേ ആശുപത്രി ഡോക്ടറെ അടുത്തേ, കല്ലുപാലം ഡോക്ടറെ അടുത്ത് അവിടെയല്ലേ നമ്മൾ പൊക്കോണ്ടിരുന്നേ. ആ ഡോക്ടറെ പരിശോധിച്ച് മരുന്ന് തരുമല്ലേ.
മനസ്സിലേക്കോ ആ പിന്നെ ഡോക്ടർ മരിച്ചുപോയി. നമ്മുടെ ആ ഡോക്ടർ മരിച്ചുപോയി. പല മരുന്ന് കഴിച്ചും പല ഡോക്ടർമാരെ കണ്ട് ഓട് തന്നിട്ടൊന്നും കാര്യമില്ല. ഒന്നാലും രോഗം വേറെ മാറി വരും. ഇവിടെ നിന്നെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് മരുന്ന് മേടിച്ച് കഴിക്കണം. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം ഭേദമാകണമെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് കാണിച്ചിട്ട് ആ ഡോക്ടർ തന്നെ അത് ഭേദാക്കണം. എന്നാലേ നമുക്ക് സുഖം കിട്ടുമോ. പല ഡോക്ടർമാരുടെ തോടി പോയിട്ട് കാര്യമില്ല. അത് എല്ലാവരും പറയാ ഓടി നടന്നിട്ട് അവരിപ്പം ഉള്ളി എടുത്തോളൂ എന്നോർക്കാന്ന് കാര്യം നടക്കില്ല. ഇതിക്കൊരു സമയമുണ്ട്, ഒരു അവധിയുണ്ട്. അതനുസരിച്ച് പറഞ്ഞു കിട്ടുമോ. നമ്മൾ ശ്രദ്ധിക്കണം. മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് പല കാര്യങ്ങളും. ചിലരിങ്ങനെ ഓടി നടക്കും പല ഡോക്ടർമാരെ അടുത്ത് ഓടി നടക്കും. അത് ഭക്ഷണത്തിലായാലും മറ്റുള്ള കാര്യത്തിനായാലും നിയന്ത്രണമൊക്കെ ഉണ്ട്. ഭക്ഷണം നിയന്ത്രിക്കുകയില്ല. അത്യാവശ്യത്തിനൊക്കെ മാത്രമുള്ള കാര്യങ്ങൾ നടത്താവുള്ളൂ. തോന്നിയവരെല്ലാം പോകുകയൊന്നും ചെയ്യുകയും ചെയ്യും. അപ്പോൾ കൂടിക്കൂടി വരും. മൂക്കടി ഉണ്ടോ? മൂക്കുകടി ഉണ്ടോന്ന്? ജലദോഷം ഉണ്ടോ? മൂക്കുകടിയോ? മൂക്കുകടി എന്നും ഉണ്ട്. ഇന്നുള്ളൂ അല്ലേ? എന്നാ ഇടയ്ക്കില്ലായിരുന്നു തോന്നുന്നു. അത് ഈ മരുന്ന് മൂക്കിൽ ഒഴിച്ചു കഴിയുമ്പോൾ കുറയും. ഗ്യാസിന്റെ ചുമ ഇപ്പോഴും ഉണ്ടല്ലോ. വൈകിട്ട് ഇച്ചിരി മരുന്ന് കൂടെ കഴിച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും കേട്ടോ. ആർക്കാ? ഏവക്ക്? എൻ്റെ കെട്ടിയൊക്കെ 24 മണിക്കൂറും ജോലിയാ. 24 മണിക്കൂറും ജോലിയാ. 24 മണിക്കൂറും ജോലിയാന്നേ. ആ വീട്ടില് അമ്മേനെ നോക്കട്ടെ. എലിക്കുട്ടീനെ നോക്കണ പണി. ഡോക്ടർമാർ നോക്കണം. അവരല്ല മരുന്ന് രോഗം കണ്ടുപിടിക്കാം. ഡോക്ടർമാർ മരുന്നൊക്കെ തന്മം കൊടുത്താൽ പോരെ. അത് മതി. അമ്മയ്ക്കും മരുന്നുണ്ടോ? അമ്മയ്ക്കോ? പിന്നെ അമ്മയ്ക്ക് മരുന്നുണ്ട്. അമ്മയ്ക്ക് പ്രായമൊക്കെ ഇല്ല, ഇനിയിപ്പം മരുന്ന് നോക്കാൻ പറ്റില്ല. പിന്നെ അമ്മയ്ക്ക് പ്രായമായി, അതുകൊണ്ട് മരുന്നുണ്ട്. ശ്വാസം ഇല്ലല്ലോ. ഇല്ല, അച്ഛൻ മരിച്ചു പോയില്ലേ? നല്ല പ്രായത്തിലേ പോയി. നല്ല പ്രായത്തിലേ പോയി. അമ്മ മാത്രമേ ഉള്ളൂ. അത് നല്ല കാര്യമാണ്. ഈ ലോകത്തേക്ക് അങ്ങ് കളിക്കാതെ വേറെ ലോകത്തേക്ക് ചെന്നിരുന്നു. ചാച്ചനെ ഇതുപോലെയൊക്കെ ഒന്ന് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചാച്ചനെ ഇതുപോലെയൊക്കെ ഒന്ന് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചാച്ചൻ പറ്റിച്ചിട്ട് പൊക്കളഞ്ഞു. ചാച്ചൻ എത്ര നാളിരുന്നു? ചാച്ചൻ 10-65 വയസ്സ് വരെ ഇരുന്നു. 12 വർഷം. 65 വയസ്സ് വരെ. 65 അവിടെ വരെ ഇരുന്നോ? കിടപ്പിലായില്ല. കിടന്നൊന്നുമില്ല. വലിയ ഭാഗ്യം. രോഗം കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെയൊക്കെ. രോഗം അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ തോതിലൊക്കെ. കണ്ടമാനം രോഗം ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഒരു കൂട്ടത്തിന് ചെയ്യുമ്പോൾ അടുത്ത് അതിൽ കൂടുതലാവും. അങ്ങനെ വരുമ്പോൾ അതെല്ലാം കുഴഞ്ഞു പോകും. ഒരു മനുഷ്യരും മടുത്തു പോകും, മരുന്ന് കഴിക്കുന്നവരും മടുത്തു പോകും, രോഗവും ഭേദമായി, കാശും പോകും, ഒരുപാട് വയസ്സായും പോകും. അതാ പറഞ്ഞു. ചാച്ചൻ നമ്മളെ പറ്റിച്ചിട്ട് പൊക്കളഞ്ഞു. ഡോക്ടർമാരെക്കാളും കൂടെ കാശാകും. ഡോക്ടർമാരാകുമ്പോൾ അവർ അതിൻ്റെ അനുസരിച്ചുള്ള മരുന്ന് വരുമോ. അതാണ് ഇപ്പോൾ രോഗം കണ്ടുപിടിച്ച്. നമ്മുടെ കുറുപ്പന്തുരത്തെ ഡോക്ടറല്ലേ? നമ്മൾ കുറുപ്പന്തുര പോയി കണ്ടോണ്ടിരുന്ന ഡോക്ടറല്ലേ? പുള്ളി മരിച്ചുപോയി. ജോൺ ഡോക്ടർ കുറുപ്പന്തുര നമ്മൾ പോയി കാണിയില്ലായിരുന്നോ ഡോക്ടറെ? എവിടെ നമ്മൾ പോയി കണ്ട? സെന്റ് സേവിയേഴ്സിൽ പോയി കാണിയില്ലായിരുന്നോ? സെന്റ് സേവിയേഴ്സിൽ പോയി കാണിയില്ലായിരുന്നോ? സെന്റ് സേവിയേഴ്സിൽ ഹോസ്പിറ്റലില് കുറുപ്പന്തുര ആശുപത്രി പോയി കാണിയില്ലായിരുന്നോ? ആശുപത്രി സെന്റ് സേവിയേഴ്സിലെ നമ്മുടെ സെന്റ് സേവിയേഴ്സ്. നമ്മളെ കൂട്ടരായിരുന്നു. ജോൺ ഡോക്ടർ കല്ലുപാലം. പുള്ളിക്ക് രോഗം വന്ന് പുള്ളിക്ക് കൊറോണ വന്ന് കൂടിപ്പോയതാ. കൊറോണ വന്നിട്ട് ശരിയായില്ല. പിന്നെ രോഗം വന്ന് കുഴഞ്ഞു പോയായിരിക്കും. കൊറോണ വന്ന് ഇതായി പോയായിരുന്നു.
ഇല്ലാഞ്ഞോ? കൊറോണ അസുഖം വന്നായിരുന്നു, കൊറോണ അസുഖം. അത് കഴിഞ്ഞപ്പോൾ മുതൽ ഡോക്ടർ ആകപ്പാടെ ഡൗൺ ആയിപ്പോയി. ചികിത്സകളൊക്കെ ചെയ്താലും ഓരോന്നും മാറി മാറി വരികയല്ലേ. അന്നേരം അത് കൂടുതലാകും. അത് നമ്മളറിയുകയല്ല, നമ്മളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ചിലർ മിക്കവരും അങ്ങനെ ഭരിക്കുന്ന പ്രത്യേകിച്ച് പ്രായം ചെന്നവർ പറയാം. അസുഖങ്ങൾ വരാതിരുന്ന ഭാഗ്യം. അസുഖങ്ങൾ വരാതിരുന്ന ഭാഗ്യം. അതെ. കൃത്യമായ മരുന്ന് കഴിക്കണം. ഒരു പ്രായം വരെ വലിയ അനർത്ഥം കൂടാതെ ജീവിക്കാൻ ഈശ്വരൻ അനുവദിച്ചാൽ അത് വലിയ ഭാഗ്യമാണ്. അധ്വം ബന്ധമുണ്ട്. രണ്ടുപേരും കൂടെ വർത്തമാനം പറച്ചില്. പിന്നെ വർത്താനം പറയാതിരിക്കാൻ പറ്റും. ഇതാരാ ഈ മനുഷ്യനേതാ? അതൊക്കെ ഞങ്ങൾ അയൽവക്കക്കാരും വീട്ടുകാരും ഒക്കെ സ്വന്തപ്പെട്ടവരും. അത് ശരി. അയൽവക്കക്കാരനെ ഉള്ള മക്കളൊന്നും ഇല്ലേ? മക്കളോ? പിന്നെ ഇവർക്ക് മക്കളുണ്ടോ? ഇവർക്ക് മക്കളുണ്ട്, അമ്മയ്ക്ക് മക്കളില്ലേന്നാ ഞാൻ ചോദിച്ചേ. അയൽവക്കക്കാരുടെ മക്കൾ ഇങ്ങനെ എനിക്കുണ്ടാവും. അയൽവക്കക്കാരുടെ മക്കളല്ലേ, അമ്മയ്ക്ക് സ്വന്തം മക്കളില്ലേന്നാ ചോദിച്ചേ. പിന്നെ അവരൊക്കെ എവിടെ പോയി? അവർക്ക് വേറെ സ്ഥലം വഴി പോയി. അപ്പൊ അമ്മേനെ നോക്കാൻ ആരുമില്ലേ? അയ്യോ, കഷ്ടാണല്ലോ. മക്കൾക്കൊക്കെ എതിരെ കേസ് കൊടുക്കണം അല്ലേ? കേസോ? അല്ലാത്തില്ല, അവരമ്മേനെ നോക്കേണ്ടതല്ലേ? അത് നോക്കിയോളൂ. അമ്മ തന്നെ ഇരിക്കുന്നുണ്ടല്ലേ ഈ അയൽവക്കക്കാരനോടെ വന്നിരിക്കുന്നത്. അത് ആര് ചെയ്താ പൈസ മുടക്കി ചെയ്താ പോരെ. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വല്ല അയൽവക്കക്കാരന്റെ കാശ് മുടക്കി അമ്മേനെ ശുശ്രൂഷിക്കേണ്ട കാര്യം എന്നാ? പിന്നെ അത് അത്യാവശ്യം. അതൊന്നും അത്യാവശ്യമൊന്നുമല്ല. ഒരു കാരുണ്യ പ്രവൃത്തി, അത് ശരിയാ. അതൊക്കെ ചെയ്യുന്നത് വലിയൊരു പുണ്യ പ്രവൃത്തിയാ. അതേ ഉള്ളു കേട്ടോ അയൽവക്കക്കാരാ. നിങ്ങൾക്ക് കിട്ടുന്നത് അത്രേ ഉള്ളൂ, ഒരു പുണ്യം കിട്ടും. അങ്ങനെയൊക്കെ വേണം. അയൽവക്കക്കാര് കാരുണ്യ പ്രവൃത്തി ചെയ്ത് നടക്കുക. വേറെ എല്ലാവർക്കും കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അന്ന മക്കൾക്കും മകനും പറ്റിയല്ല. അവര് എല്ലാവരെയും നോക്കണം, ശുശ്രൂഷിക്കണം, രക്ഷ കൊടുക്കണം, മരുന്ന് കൊടുക്കണം. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ഇട്ടേക്കിട്ട് നേരം പിന്നെ ഒടുവിലായി വരുമ്പം ആളും പോവും, രക്ഷപ്പെടുകയില്ല. മനുഷ്യൻ പിന്നെ പറച്ചിലാണ്. അതാനെ അങ്ങനെ ഇട്ടിരുന്നിട്ടാ, ഇതിനെ ഇങ്ങനെ ഇട്ടിരുന്നിട്ടാ, ഇതിനെ ഒന്നും ചെയ്യാതെ ഇട്ടിരുന്നിട്ടാ എന്നും പറയും. മരിച്ചുപോയി കഴിയുമ്പോ കഞ്ഞ ഒന്നും ഭക്ഷണം കൊടുക്കുകയല്ല, അത് കുടിക്കുകയല്ല, ഇത് കുടിക്കുകയല്ല, എല്ലാം പുറമേ നടന്നെല്ലാം തിരക്കിച്ചും എല്ലാം അമ്മയുടെ മക്കളെ ഈ കുറ്റങ്ങളെല്ലാം പറയേണ്ടി വരികയല്ലേ എല്ലാരും? വിളിച്ചു പറയും. എന്തമ്മേ, അമ്മയുടെ മക്കൾക്ക് ഇതൊക്കെ കുറ്റങ്ങളായി തീയല്ലേ? അവരൊന്നും കാണിക്കുന്നില്ല. അവരൊന്നും കാണിക്കുന്നില്ലാത്തോണ്ടാ ഞാൻ പറഞ്ഞു. അമ്മേനെ അവർ നോക്കുന്നില്ലല്ലോ, അയൽവക്കക്കാരനല്ലേ നോക്കുന്നത്. അവർ നീറ്റായിട്ട് തന്നെ ചെയ്യുന്നത് എല്ലാം കൂട്ടും. ഒരു കാര്യത്തിനും ഒരു ദോഷം പറ്റും. എന്നിട്ട് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ കൊതുക്. ഈ മക്കളെ ഒന്നും ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. മക്കളെ ഓരോ സ്ഥലത്തും അല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെ ഒന്ന് അമ്മേനെ നോക്കണ്ടേ? അല്ലെന്തേ ഓരോ സ്ഥലത്തും അവർ നിൽക്കുവാണ്, ചികിത്സയില്ല. അതിന്റെ ഇടയ്ക്ക് പിന്നെ അവർ വന്ന് മരുന്ന് മേടിച്ച് അവർ ആശുപത്രി കൊണ്ടുപോവുക ചെയ്യും. ഈ അയൽവക്കക്കാരനെ അവർ ഏൽപ്പിച്ചാണോ പോയിരിക്കുന്നത്? ഇല്ലേ? ഇല്ല. അത് ശരി. അയൽവക്കക്കാരൻ വന്ന് ഭയങ്കര ശുശ്രൂഷയാണല്ലോ. അത് സ്വന്തം മക്കളുണ്ട്. അയൽവക്കാരൻ വല്ലതും തരുവോ ആ മക്കള്? ഒന്നും തരികയില്ല. അത് ശരി. സ്വന്തം മക്കളുണ്ടല്ലോ പിന്നെ. സ്വന്തം മക്കളല്ലേ അമ്മേനെ നോക്കേണ്ടത്. എന്നിട്ട് അത് നോക്കാതെ ഈ അയൽവക്കക്കാരൻ വന്ന് എന്തിനാ നോക്കണം? വല്ലതും കൊടുത്തിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അമ്മേനെ നോക്കുന്ന അല്ലെന്നേ, അയൽവക്കക്കാർക്ക് പ്രത്യേകം പൈസ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അയ്യോ, പിന്നെ കൊടുക്കണം. എനിക്കൊന്നും തരുന്നില്ല. കൂലി കൊടുക്കണ്ടേ? പൈസ ആയിട്ടൊന്നും വെറുതെ കൊടുക്കുന്നില്ലേ. എന്തെങ്കിലും കൊടുക്കണ്ടേ? അതിന് ജീവിക്കണ്ടേ? എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ കൊടുക്കണം. അതിന് അത്യാവശ്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അവര് ചോദിക്കും, അവര് ചോദിച്ചു കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കാതെ പറ്റുമോ? അതിപ്പോൾ ആരാണേലും നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യണം. ആർക്കായാലും ഇന്നവരെന്നൊന്നും ഇല്ല, സ്വന്തമൊന്നോ ബന്ധമൊന്നൊന്നും നോക്കണ്ട. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എല്ലാവരും ശുശ്രൂഷിച്ചോണം. എല്ലാവരും ഒരുപോലെ ആയിരുന്നു നമ്മൾ കാണണം. കാരണവന്മാരെ ആയാലും അയലോക്കംകാരായാലും ഒക്കെ കാരണവന്മാരെ പോലെ അവരെയും നോക്കണം. എത്ര പേര് നോക്കും? എങ്ങനെയൊക്കെ എത്ര പേര് നോക്കും? സ്വന്തം കാരണവന്മാരെ പോലും ആരും നോക്കുന്നില്ല ഇന്നത്തെ കാലത്ത്. അവര് പറഞ്ഞു നോക്കുന്നവരൊക്കെ ഉണ്ടല്ലേ. പിന്നെ അവരെന്തെല്ലാം വേണേലും ചെയ്യും. അതുപോലെ തന്നെ അവരെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവർ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയുള്ളവരുണ്ട്. ഇപ്പൊ പറഞ്ഞു വന്നിട്ട് അമ്മയുടെ മക്കളൊന്നും അമ്മേനെ നോക്കാനില്ല. ഈ അയൽവക്കംകാരൻ മാത്രമേ ഉള്ളൂ. ആരാ?
അമ്മേനെ നോക്കാൻ. ആര് പറഞ്ഞു? പിന്നെ എന്തിയ മക്കളൊക്കെ ഇവിടെ പോയി? മക്കളെ ഒരുപാട് മക്കളില്ലല്ലോ എനിക്ക്. 3-4 ഇല്ലേ? 3-4 ഉണ്ടെങ്കിൽ അവരൊക്കെ ഓരോ തൊഴിലുകാരല്ലേ. അപ്പൊ തൊഴിലിന് പോയി കഴിഞ്ഞാൽ അമ്മേനെ നോക്കണ്ടേ? അതിനെ നോക്കിക്കൊണ്ട് ഇരുത്താൻ പറ്റിയോ? പൈസ മുടക്കി മരുന്നൊക്കെ മേടിച്ച് തന്നെ ആശുപത്രി കൊണ്ടുപോകണം. ഇതൊക്കെയാ ചെയ്യേണ്ടത്. അല്ലാതെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അമ്മക്കിട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണന്മാർക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നോണ്ട് കാര്യമില്ല. ചെയ്യേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യുക. അത് എല്ലാവർക്കും ചെയ്യണം. വീട്ടിലുള്ള ആർക്കാണേലും അത് ചെയ്തണം. അല്ലാതെ അത് ഇന്നോർക്കൊന്നുമില്ല. അതൊരിക്കലും ചെയ്യുകയും ചെയ്യും. അത് ദോഷമാണ്. എല്ലാവരും ഒരു കണക്കിൽ കാണും. ഈശോ അങ്ങനെ സൃഷ്ടിച്ചേക്കണം. അല്ലാതെ പണമുള്ളവനോ മുതലുള്ളവനോ അങ്ങനെയുള്ളവനോ എങ്ങനെയുള്ളവനൊക്കെ ഒന്നും ആയിട്ടല്ല സൃഷ്ടിച്ചേക്കണത്. ഇവരെല്ലാവരും ഒരൊറ്റ രീതി ജീവിച്ചു പോകാനാ ഈശോ നമ്മൾ സൃഷ്ടിച്ചേക്കണം. നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം. പിന്നെ വലിയ ആഡംബരങ്ങളൊന്നും വേണ്ട. അതിന് പോകാൻ മാത്രം നമുക്ക് കഴിവുണ്ടോ? അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? എനിക്കോ? എനിക്ക് 2 പെണ്ണാണോ 1 പെണ്ണാണോ ഒന്നും അറിയത്തില്ലേ? ഓർക്കണില്ലല്ലോ. മൊത്തം എത്രയുണ്ട് ആണും പെണ്ണുമായിട്ട്? 2 പെണ്ണാന്നിരിക്കുന്നത്. അത് 1 1 പെണ്ണേ ഉള്ളൂ. ഒന്നാണോ? ആണുങ്ങൾ എത്രയുണ്ട്? ആണുങ്ങൾ 5 പേരും. 5 പേരോ? 5 ആണുങ്ങളൊക്കെ ഉണ്ടായിട്ട് അമ്മേനെ നോക്കാൻ ഇവിടെ ഈ അയൽവക്കക്കാരൻ വന്നിരിക്കുന്നത് അല്ലേ? പിന്നെ എന്നെ നോക്കാതെയൊന്നുമില്ല. അവർ ഓരോ ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർ രൂപ മുടക്കേണ്ട സമയത്ത് മുടക്കും. അങ്ങനെയാ. അല്ലാതെ അവർക്ക് പുറത്ത് പോയി ചെയ്യേണ്ടതാണ്. പുറത്ത് പോയി ചെയ്യണം. അല്ലാതെ പൈസ കിട്ടുമോ? അപ്പൊ ഈ അയൽവക്കക്കാരന് പൈസ വേണ്ടേ? പിന്നെ ചെന്നാ കിട്ടുമോ? അമ്മ അയൽവക്കക്കാരന് പൈസ വേണ്ടേ? അയൽവക്കക്കാരന് വീട്ടിലെ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാ. അവർക്ക് കൊടുക്കാൻ എവിടെ ഇരിക്കണം? അമ്മേനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടെ പൈസ ഇരിക്കണേ. പൈസയൊക്കെ കയ്യിലുണ്ട്. ആണോ? അയൽവക്കക്കാരാണെന്നറിയാൻ തോന്നുന്നല്ലോ. അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അറിയാം. അമ്മയുടെ എടുത്ത് കൊടുക്കണാണോ? ആയുസ് അത്യാവശ്യത്തിനുള്ള പൈസ മുടക്കിയല്ലേ ഓരോ കാര്യം നടത്തിക്കൊണ്ടിരിക്കണം. അല്ലാതെ വേറെ വല്ലരെ കൊണ്ട് നോക്കിയിരുന്നോണ്ട് കാര്യമുണ്ടോ? അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോൾ ഇനിയും ബന്ധത്തിൽ എടുത്താലും ബന്ധത്തിൽ പെടാത്തതാണേലും അയൽവക്കക്കാരാണേലും ആർക്കെങ്കിലും ഒരു വിഷമം തോന്നി ഒരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് സഹായിക്കാം പറ്റാവുന്ന പോലെ. അവർക്ക് കയ്യിലുള്ളപ്പോൾ തരും, ഇല്ലെങ്കിൽ വേണ്ട. അതുകൊണ്ട് നമുക്ക് നാശമൊന്നും വരികയില്ല. അങ്ങനെ എപ്പോഴും പേരുണ്ട്. ജോലിക്കാരാന്ന് കേട്ട് കഴിയുമ്പോഴത്തേനും എല്ലാവരും 100 തിരിക്കണം മേടിക്കാൻ. എന്തെങ്കിലും രോഗത്തെ കാരണം പറഞ്ഞോട്ട് ചുമ്മാ പറ്റിക്കുന്നവരുണ്ട്. അങ്ങനെ പറഞ്ഞ് പറ്റിച്ച് മേടിക്കുന്നവരുണ്ട്. കൊടുക്കുകയും ചെയ്യും. ചില മക്കൾ കൊടുക്കുക. എൻ്റെ മൂത്ത മാരൊക്കെ എൻ്റെ ആയി കൊടുക്കും. ആർക്കായി ഇല്ലായിരുന്നൊന്നുമില്ല. അവനും അവൻ്റെ കെട്ടുകളും അവർ 2 പേരും ജോലിക്കാരില്ല. വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പെരുമാറുള്ളൂ. അല്ലാതെ ഇത് എനിക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് സമ്പാദിച്ചു അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊന്നുമില്ല. ഓരോ ആവശ്യങ്ങൾ നടത്തി. എല്ലാവർക്കും ആഗ്രഹങ്ങളില്ലേ അതും ഇതും ഒക്കെ മേടിക്കണമെന്ന്? അതും ഇതും മേടിക്കണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹങ്ങളില്ലേ? ആഗ്രഹങ്ങളുണ്ടെന്നേ. അത് അത്യാവശ്യത്തിനുള്ള പിന്നെ കാശായി കഴിയുമ്പോൾ മേടിക്കണം. കാശാകണ്ടേ? എല്ലാവരും വെറുതെ തരുവോ? നമ്മള് പണിയെടുത്താലല്ലേ കിട്ടുള്ളൂ. കാശായി കഴിയുമ്പം അവനവന് തന്നെ കാശ് കിട്ടും. അവർക്ക് ജോലി. നീ അയൽവക്കക്കാരനോട് ഇവിടെ വരണ്ടെന്ന് പറയാൻ പോവാട്ടോ. ഈ അയൽവക്കക്കാരനോടെ ഇനി ഇവിടെ വരണ്ടെന്ന് പറഞ്ഞേക്കാൻ പോവാ. അതെന്താ ഇവിടെ ചുമ്മാ വരുന്നത്? എല്ലാവരും ഒക്കെ കണ്ടു കഴിഞ്ഞ് വല്ലതൊക്കെ പറയല്ലേ? ഈ അയൽവക്കക്കാരൻ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണ കണ്ടാല് അതുകൊണ്ട് പറഞ്ഞു വിട്ടേക്കാം നമുക്ക്. ഏതാ അയൽവക്കക്കാരൻ? ഇത് അയൽവക്കക്കാരനെങ്ങനെയായി? അമ്മേന്റെ പറഞ്ഞ അയൽവക്കക്കാരനാന്ന്. അയൽവക്കക്കാരനല്ല, ബന്ധപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ളവരാ. ബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞ അമ്മ പറഞ്ഞ അയൽവക്കക്കാരനാന്ന്. ഇത് അയൽവക്കക്കാരനല്ല പറയുള്ളൂ. അത് 1-2 ആളെ കഴിക്കാൻ.
ഇനി വരണ്ട കേട്ടോ ഇങ്ങോട്ട്. അയലോക്കക്കാരന്റെ വീട്ടിൽ പോയി ഇരുന്നാച്ചാ മതി, ഇങ്ങോട്ട് ഇനി വരണ്ട. ആ അമ്മേനെ അമ്മയുടെ മക്കള് വന്ന് നോക്കട്ടെ. അമ്മയ്ക്ക് മൂന്ന് മക്കളുണ്ട്, ആ മക്കള്. അതിലാരെങ്കിലും ഒന്ന് വന്ന് നോക്കട്ടെ. അവര് മാറി മാറിയൊക്കെ വരും. പിന്നെ പെണ്ണിനെ കൂട്ടണ്ട, പെണ്ണ് തന്നെ കെട്ടിച്ചു വിട്ടതല്ലേ. കെട്ടിച്ചു വിട്ടവർക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല, കെട്ടി വീട്ടിലാ, അവിടെ നിക്കണം. ആണുങ്ങളെ അങ്ങനെ സ്ഥിരമായിട്ട് നിർത്താൻ പറ്റിയ അവർക്ക് പൈസ ചെലവുള്ള എന്തെല്ലാം കാര്യം നടക്കണം. പൈസ കിട്ടാതിരുന്ന അവരുടെ കാര്യം നടക്കുമോ? പിന്നെ വേറെ വല്ലതും കൊടുക്കുമോ? അതുകൊണ്ട് ഈ അയലോക്കക്കാരുടെ കുടുംബം ഉള്ളതാന്നേ. അത് പോയി അതിന്റെ കുടുംബത്ത് പോയി അതിന്റെ മക്കളെ ഭാര്യനെയൊക്കെ പോയി നോക്കട്ടെ. അതിന് പിന്നെ അമ്മയപ്പനും ഒക്കെ ഉണ്ട് ഇല്ലേ? അമ്മയില്ലേ? അതിന് അമ്മയുണ്ടെന്നേ, ഒരു പ്രായമായ ഒരു അമ്മയുണ്ട്. അതിനെ നോക്കണ്ടേ? അതിന് മരുന്ന് മേടിക്കണ്ടേ? അതിന് മക്കളില്ലേ? അതിന് മക്കള് കുഞ്ഞു മക്കളാ, പഠിക്കുന്നേ ഉള്ളൂ. മക്കളുള്ളവർക്ക് പൈസ കൊടുത്താൽ മതി. അവര് അതാണ് ഈ അയലോക്കക്കാരനെ വീട്ടിൽ പറഞ്ഞു വിടാൻ താല്പര്യമില്ല അല്ലേ? ആ അപ്പൊ അയലോക്കക്കാരൻ എന്തോ ബന്ധമുണ്ട് കേട്ടോ. ആ അയലോക്കക്കാരനൊന്നും അല്ല, അമ്മയെ ഓർക്കുന്നില്ല ആരാന്ന്. അതുകൊണ്ട് അമ്മ അങ്ങ് ഒരു പേര് പറയണമെന്നേ ഉള്ളു, അയലോക്കക്കാരൻ. രോമ ഷേപ്പ് മാറിപ്പോയി, അതാ പറ്റിപ്പോയത്. അത് ചേട്ടന്മാര് വീട്ടുകാരുമായിട്ടുള്ള മക്കളാണ് ഇവരൊക്കെയോ? പിന്നെ രാവിലത്തെ കാര്യം ഞാൻ ചോദിച്ചു. ഞാനൊന്നും അറിഞ്ഞില്ല, അങ്ങനെ എനിക്കുണ്ടായില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീഡിയോ എടുത്ത് നോക്കണ്ടായിരുന്നു. എന്തൊരു വിഷമായിരുന്നു, പേടിച്ചു പോയി ഞങ്ങൾ. ആശുപത്രി ഇപ്പം കൊണ്ടുപോകണോന്ന് ഓർത്ത്. ആശുപത്രിയിലേ അമ്മേനെ ഇപ്പം കൊണ്ടുപോകേണ്ട വരുമോന്ന് ഓർത്തെന്ന്. ആ ഇന്ന് രാവിലത്തെ വിഷമം കണ്ടപ്പോ. ഓ അങ്ങനെയൊന്നും വരികയില്ല. ഗ്യാസ് കയറി കിടന്ന കളിച്ച കളി. അതൊക്കെ ഈശോയ്ക്ക് അറിയാം, ഒരു കണക്കുണ്ട്. ആ കണക്കിനൊക്കെ വരുമോ? അതൊക്കെ ഉള്ളൂ. ഈശോയുടെ അല്ലേ പ്രാർത്ഥിക്കുന്നത്? അതെ, അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈശോ എല്ലാം നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുള്ളൂ. അമ്മയ്ക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കാനുണ്ട്. വേണ്ടാത്ത തന്നെ ഒന്നും കാണിക്കാതിരുന്നവർ വേണ്ട അത്യാവശ്യമായ കാര്യങ്ങൾ നടത്തുക. പിന്നെ നമ്മൾ മറ്റാർക്കെങ്കിലും ഒരു നിവൃത്തി ഇല്ലാതെ വന്നാൽ ഇച്ചിരി പൈസ എന്നെ സാധനം കൊടുക്കുമെന്ന് കൊടുക്കണം. അത് കൊടുക്കണം. അതൊക്കെ നമ്മളൊരു പൈത്യമായിട്ടല്ല, വലിയ പണമായിട്ടൊന്നും അല്ല കാണുന്നത്. അതൊരു ചെറിയ നിസ്സാര കാര്യമായിട്ടാണ് കൊടുക്കുന്നത്. അത് കൊടുക്കത്തില്ലെങ്കിൽ ഒരു നിവൃത്തി ഇല്ലാത്തവരുണ്ട്, ഒത്തിരി മരുന്ന് മേടിച്ച് കുടിക്കാൻ നിവൃത്തി ഇല്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ അപ്പം ആ നിവൃത്തി ഇല്ലാത്തവരുണ്ട്. അതൊക്കെ ഒരു പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ. അവരെയൊക്കെ സഹായിക്കണം. ആ പുറത്ത് പണം പോയി ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരങ്ങനെ വേണമെന്നും കൊടുക്കുകയില്ല. അവർ പൈസ പുറത്തേക്ക് കൊടുക്കാനുള്ള കാര്യത്തിനൊന്നും തരും. ആർക്കും തരികയില്ല. അവര് സമ്പാദിച്ച് വെച്ചോണ്ടിരിക്കും. പിന്നെ തോന്നിയവരൊക്കെ കുറെ എല്ലാം പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആകുമ്പോ അന്തവും ബന്ധമില്ലാതെ പോകും. പക്ഷെ അതല്ല, അത് നീതി പോലെ നീതിയായിട്ട് പെരുമാറണം. എന്തെങ്കിലും മാത്രമേ അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കുള്ളൂ. അതിനായിട്ട് നമുക്ക് ഈശോ തന്നത്. അത് സ്വന്തം കാര്യം ചിന്താവായൊന്നുമില്ല. അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരും അയലോക്കക്കാരായാലും ആരാണേലും നമുക്ക് പറ്റാവുന്ന എന്തെങ്കിലുമൊക്കെ അവർക്ക് നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കണം. അമ്മയുടെ ഈ അയലോക്കക്കാരനെ ഒന്ന് സഹായിക്കാൻ പറയണം കേട്ടോ, അമ്മയുടെ മക്കളോട്. ജോലിയുള്ള മക്കളോടൊക്കെ ഈ അയലോക്കക്കാരന്റെ ഇടയ്ക്കൊന്ന് സഹായിക്കാൻ പറയണം. ഞങ്ങൾ സഹായിക്കണ്ടേ? സഹായിക്കുന്നുണ്ട് അയലോക്കക്കാരാ. അമ്മേനെ നോക്കുന്നതല്ലേ. മക്കൾ പെണ്ണ് കെട്ടിയില്ലല്ലോ. മക്കളില്ല, പഠിച്ചോണ്ടിരിക്കുക. അവര് അതൊക്കെ ചെയ്തോളും. നമുക്ക് വളർന്നു വരുന്തോറും പഠിക്കും തോറും. മക്കളോട് പറഞ്ഞാൽ എന്റെ മക്കളോട് കാര്യം അല്ല, അമ്മയുടെ മക്കളോട്. അമ്മയ്ക്ക് ജോലിയുള്ള മക്കളൊക്കെ ഇല്ലേ? വേണ്ട വിവരം കിട്ടും. അമ്മയ്ക്കേ ജോലിയുള്ള മക്കളൊക്കെ ഇല്ലേ? മക്കളുണ്ടല്ലേ. അവരോട് പറയണ ഈ അയലോക്കക്കാരനെ എന്നെ വന്ന് നോക്കുന്ന അവൻ എന്തെങ്കിലുമൊക്കെ സഹായം കൊടുക്കണമെന്ന് കേട്ടാ. അതൊക്കെ അവർക്കറിയാം. ഒന്നും പറയാം, പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്കെല്ലാം അറിയാം. ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യാനറിയാം. മൂത്തവാനാണ് ചോദ്യം പറഞ്ഞവനാണ് ആർക്ക് എന്തും ചെയ്യുന്നതിന് ആരോടും ചോദിക്കണ്ട, പറയണ്ട. അത് പുറത്ത് കിടക്കുന്ന ആൾക്കാരായാലും കൊള്ളാം. അങ്ങനെയാ. അവരെന്നാലും പാടാൻ പാലും വന്നും പറഞ്ഞ് മുറുക്ക് പൊറ്റൊന്നും ഇരിക്കുകയില്ല. അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് ഒക്കെ കഴിഞ്ഞു. അത്യാവശ്യത്തിൻ്റെ കാര്യം നടന്നില്ലെങ്കിലും കൊള്ളാം. കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുമ്പോഴോ കൊടുക്കും. അങ്ങനെയാ. അതുകൊണ്ട് ഒരു ബന്ധവും ഇല്ല. ആരുമായിട്ട് യാതൊരു വൈരാഗ്യവും ഇല്ല, വിദോഷവും ഇല്ല. അപ്പം അവരുടെ ബന്ധത്തിൽ
ജോലിക്കാര്യത്തിന് കാശ് വരും ഉള്ളവരല്ലേ അവരൊക്കെ. പിന്നെ ഒരു മകൻ ജോലിയായിരുന്നു ഇപ്പം ചെക്കന്മാർ പ്രായമായില്ലേ. പിന്നെ അവനെന്ന് പറഞ്ഞാൽ ഇതിപ്പം ജോലി നേരത്തെ ചെറുപ്പം ജോലി കിട്ടിയപ്പോൾ മുതൽ ആ കാശ് കൊണ്ട് കാരണന്മാരെ മറ്റുള്ളവരെയൊക്കെ മൂത്തമാൻ എല്ലാം രക്ഷിച്ചുകൊണ്ടായിരുന്നു. അല്ലാതെ അവനെ സമ്പാദിച്ച് സൂക്ഷിച്ച് വെക്കുകയല്ല ചെയ്തത്. കുടുംബത്തിൽ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നടത്തി പോകും. അല്ല അനിയന്മാരുണ്ടല്ലോ, അല്ല പെങ്ങന്മാരുണ്ടല്ലോ, അല്ല അവർ ചെയ്തിട്ട് ഇവർ ചെയ്തിട്ടൊന്നും വെക്കില്ല. അങ്ങനെയാണ്. എന്നാലും അവനൊരു കാര്യത്തിൽ ഒരു വിഷമവും ഇല്ല, ഒരു മടിയില്ല, വിഷമവും ഇല്ല. ആരും ചോദിക്കുന്നതിന് മുമ്പേ അവർക്ക് കൊടുക്കും, പൈസ ആവശ്യപ്പെടാതെ. അങ്ങനെയാണ്. കൊടുത്തോണ്ടിരിക്കുന്നവർക്ക് മുടക്കിയല്ല കിട്ടും. അടുത്ത് കിടക്കുക. മരുന്ന് കൊടുത്തിട്ട് കഞ്ഞി പിടിച്ച് കഴിഞ്ഞ് മറ്റേ മരുന്ന് കൊടുത്താൽ ശകല ഉറങ്ങിയില്ല, ഉറക്കം വന്നില്ല. ഇന്നലെ കുറച്ച് ലൈറ്റ് ഓഫ് ആക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് അവരെ വന്നതിന്റെ ആ ഒരു ഹാങ് ഓവർ ആയിരുന്നു. എന്നാ കിടന്നോ, ഞാൻ പോവാ കിടന്നോ. അയലോക്കംകാരുടെ വീട്ടിൽ പോവാന്ന്. ഇനി അവിടെ പോയി അതിന്റെ അമ്മേനെ നോക്കാനുണ്ടേ. അതിന്റെ അമ്മയ്ക്ക് മേലാതിരിക്കുന്നതാ. അപ്പൊ അതിനെ നോക്കണ്ടേ, അതിനെ നോക്കാൻ പോവാന്ന്. അതിവിടെ അടുത്തല്ലേ. പിന്നെ ഭക്ഷണം കഴിക്കും. ഓർമ്മയില്ല, ഇച്ചിരി ഓർമ്മക്കുറവുണ്ടെന്നേ ഉള്ളൂ. അത് പിന്നെ പ്രായത്തിനനുസരിച്ചുണ്ടാവും. പിന്നെ ഭക്ഷണങ്ങളും എല്ലാവരും കഴിക്കും. ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. കുഴപ്പമില്ല. ഒരു പ്രായം കഴിയുമ്പോൾ 40 വയസ്സ് കഴിയുമ്പോൾ 40 അല്ല 85-90 ആകാറായിട്ടുണ്ട്. എന്നാലും പിന്നെ എങ്ങനെയല്ലേ, എന്നാലും ശരീരത്തിന്റെ അസ്വസ്ഥത അപ്പടി ഉണ്ടാവും. അതിന് ഇട്ടേച്ചാ ഇതിവിടെ വന്നിരുന്ന് അമ്മേനെ നോക്കുന്നത്. തളർച്ചയും ക്ഷീണവും ആഹാരം വേണ്ടാതെ വരികയും എല്ലാ ആഹാരം കഴിക്കാൻ മേലാതെ വരികയൊക്കെ ചെയ്യും. അതങ്ങനെയുള്ളതാ. പ്രായം ചെന്ന കാരണന്മാർക്ക് എല്ലാ കാരണന്മാർക്കും ഉണ്ടാവും. അപ്പന്മാർക്കായാലും അമ്മമാർക്കായാലും ആർക്കായാലും മക്കൾക്കായാലും കൊള്ളാം. കെട്ടിക്കൊള്ളുന്ന മക്കൾക്കായാലും വീട്ടിലുള്ള മക്കൾക്കായാലും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് പണ്ടത്തെ കാലമല്ല, ഇപ്പം വ്യത്യാസമുണ്ട്. അത് കാരണം രോഗം ആർക്കായാലും വെള്ളം പോലെ വരും. ഇപ്പം രോഗമെല്ലാം ഉള്ളൂ. പണ്ടൊക്കെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം തന്നെ ഒരു ജോലിക്ക് കയറുമ്പോൾ തോന്നി പിള്ളേർക്ക് രോഗം. എന്നാലും മുതൽ ചികിത്സ ചെയ്തോണം. അങ്ങനെയാണ്. അത് അവർ പലരും അന്വേഷിക്കാനും നോക്കാനും ഒക്കെ നടക്കുമ്പോഴേ രോഗം ഉണ്ടാവും. പിന്നെ രക്തത്തിൽ മാറ്റങ്ങൾ വരും. പോവാട്ടെ, ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാ. അയലോക്കത്തല്ല ഞങ്ങള്. അമ്മേനെ ഒന്ന് കാണാൻ വന്നതാ. വരുമ്പോൾ ഞാൻ തന്നെയല്ലോ ഉള്ളൂ. അമ്മയ്ക്ക് 2-3 മക്കളില്ലേ, അവരെയൊക്കെ ഒന്ന് വിളിക്കോട്ടെ. അമ്മയ്ക്ക് 2-3 മക്കളില്ലേ? മക്കൾ ഇവിടെ ഉണ്ട്. ഇല്ലല്ലോ. അത് ശരി. അപ്പൊ ഈ അയലോക്കക്കാരനെ ഇവിടെ ആക്കിയിരിക്കുന്ന നോക്കാൻ അമ്മേനെ അല്ലേ? നീ എപ്പോഴാ മക്കൾ പോന്നെ? ഞങ്ങക്ക് ഞങ്ങളുടെ അമ്മയില്ലേ, ഒരമ്മയുണ്ട്, എലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു അമ്മയുണ്ട്. അതിനെ നോക്കാൻ പോവാ. അതും എവിടെയാ? അതിവിടെ അടുത്താ. നടക്കത്തില്ലേ? നടക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഓർമ്മ കുറവാ. അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതങ്ങനെ ഓർമ്മ കുറവ് വരും, പ്രായമായി വരും. ഞങ്ങള് പോവാട്ടാ. അതെ. എന്റെ വീട് എവിടെയാ? അവിടെ വീട് എവിടെയാ? വീട് ആരുടെ? നീ പറഞ്ഞ പെണ്ണിന്റെ. പെണ്ണല്ല, ഒരമ്മയാ. അതിവിടെ അടുത്താ. ശ്രീവാപുരത്ത്. ആണോ? മുത്തപ്പന്റെ അവിടെ. അതെ. പൊക്കോട്ടെ. അവിടെയാ കൂടുതൽ ഇങ്ങനെ ഈ താമസക്കാർ. അടങ്ങളില
പ്രത്യേകിച്ചുണ്ട് ആ എന്നാ വാ ജോമോനെ നമുക്ക് പോയേക്കാം. ഒരു ഐശ്വര്യമുണ്ട്, ഒരു സുഖമുണ്ട്, ഒക്കെയുണ്ട് എല്ലാം. അമ്മ കടന്നോട്ടാ, ഞങ്ങള് പോവാണേ. അപ്പൊ എങ്ങോട്ടാ പോണം? ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ പോവാ. ഏത് വീട്ടിൽ? ഞങ്ങളുടെ വീടില്ലേ. അപ്പൊ ഞാൻ തന്നെ ഇവിടെ കിടക്കണ്ടേ? ആണ്ട് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ എങ്ങനെയാ പോണത്? അമ്മ മകനായിട്ട് ഏറ്റെടുത്തോ ഇതിനെ? ഞാൻ തന്നെ ഇവിടെ അമ്മ ഇതിനെ മകനാക്കിക്കോ. ഞാൻ തന്നെ ഇവിടെ ഇരുന്നപ്പോഴല്ലേ എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടേച്ചു പോക്കോ. ഇതിനെ മകനായിട്ട് അങ്ങ് ഏറ്റെടുത്തോ. എനിക്കിവിടെ പിള്ളേരാരും ഇല്ല. അതുകൊണ്ട് ഇതിനെ മകനാക്കിക്കോ. ഇതിനെ മകനാക്കി ഏറ്റെടുത്തോ. മകനാവുന്ന അത് എനിക്കറിയാം. എന്നിട്ട് പറഞ്ഞ അയൽവക്കംകാരനാന്ന്. അയൽവക്കംകാരൻ എങ്ങനെയാവണേ? എന്നാ ഇത് ഏത് മകനാന്ന് പറ. എന്നാ സ്വന്തമായിട്ട് തന്നേക്കാം. അതിനാ ഏത് മകനാന്ന് പറ. ഏത് മകനാന്ന് വെച്ചാൽ എത്ര മക്കളുണ്ട്? അമ്മയ്ക്ക് 3 മക്കളുണ്ട്. അതിലൊന്നായിപ്പോ അല്ലേ? ജോമോനാണോ? ജോമോനായിരിക്കും. ജോമോനായിരിക്കും. ഞങ്ങള് പോവാട്ടാ. നീ പോവാണോ? ഞാനും പോയേക്കുവാ. അമ്മയ്ക്ക് ജോമോനെ ഓർമ്മയില്ലാത്തോണ്ട് ഞാൻ പോവുക. എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല. ഞാൻ ആരാ പിന്നെ? നിന്റെ വീട് എവിടെയാ? എന്റെ വീട് ഇവിടെ അടുത്താ. എവിടെ? ഈ ഇവിടെ ശ്രീവാകരം പള്ളിയുടെ അടുത്താ. വീട്ടുപേരില്ല. ഉദിമറ്റം അറിയോ? ഉദിമറ്റൊന്നൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ പിന്നെ ഇവിടെ ഇരിക്കണ്ടേ? അമ്മ എന്റെ കൂടെ പോര്. എന്റെ കൂടെ പോര്. എന്നാലും കുടുംബത്താരും ഇല്ലല്ലോ. ചുമ്മാ പറഞ്ഞാ. അവിടെ കിടന്നോ? ചുമ്മാ പറഞ്ഞതാ. കിടന്നോളാം ചുമ്മാ പറഞ്ഞതാ. ഞങ്ങള് പോയില്ല. അല്ല അങ്ങനെ പോയാലൊക്കെയല്ലോ. പോയില്ലേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരു മനുഷ്യനൊക്കെ ഉണ്ടാവും. എപ്പോഴും ഏത് നേരത്താന്ന് അറിയത്തില്ല. അപ്പം പിന്നെ മറ്റുള്ളവർക്കല്ല കുറ്റം. അതുകൊണ്ട് അമ്മ കിടന്നോ. ഞങ്ങള് പോയില്ല കേട്ടോ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമ്മേനെ നോക്കാൻ. ഞാൻ എന്നാ അങ്ങോട്ട് ആക്കി വെച്ച് നോക്കും. അവിടെ ആരുമില്ല. അവരൊക്കെ ഇതാണ് അമ്മയുടെ വീട്. അവരൊക്കെ എവിടെ പോയി? അവരൊക്കെ ജോലി സ്ഥലത്തല്ലേ? പള്ളിയുടെ അടുത്ത് താമസിക്കും. അവരെവിടെയൊന്നുമില്ല. ഇല്ലേ? പിന്നെ എവിടെ ജോലിയൊക്കെ എവിടെയാ? ജോലിയൊക്കെ അങ്ങ് വിദേശത്തൊക്കെയാ. അവിടെയാണോ? അവിടെ നിന്നൊക്കെ ഓടി വരാൻ പറ്റുമോ? ഒന്നും പറ്റിയല്ലോ. കുടുംബമൊക്കെ ആയിട്ട് എല്ലാവരും താമസിക്കുന്നു. കിടന്നോ? ഞങ്ങൾ മോളില്ല കേട്ടോ.